ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി. ഇതിപ്പോൾ ഞാൻ വാൽപ്പാറയ്ക്കൊക്കെ പോയി വന്നു. ഞാൻ വാൽപ്പാറയ്ക്ക് പോയ ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. വാൽപ്പാറയ്ക്ക് പോയത് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ വാപ്പപ്പാൻ്റെ കുടുംബക്കാരൊക്കെ കുറേ അവിടെ ഉണ്ട്. വാപ്പപ്പ ജനിച്ച് വളർന്ന നാടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിലൊക്കെ ഒരു ദിവസം പോകലുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ 2-3 വർഷമായി അങ്ങോട്ട് പോയിട്ട്. അത് കാരണം വെക്കേഷനൊന്ന് ജസ്റ്റ് പോയതാണ്. അപ്പം ഞങ്ങൾ പോയപ്പോൾ ഷോളയാർ ഡാം എന്ന് പറയുന്ന ഒരു ഡാമുണ്ട് അവിടെ. കളിയാക്കി പറയല്ല, ആ ഡാമിൻ്റെ പേര് ഷോളയാർ ഡാം എന്നാണ് ശരിക്കും. അവിടെ തമിഴ്നാട്ടിലെ ഡാമുകളുടെ പേരൊക്കെ അങ്ങനെ തന്നെയാണ്, മലയാളത്തിലത്തെ പോലെ ഒന്നല്ല. പക്ഷേ എനിക്കും ഇന്നേക്കും സങ്കടമായ ഒരു കാര്യം പറഞ്ഞാൽ, അവിടെ പോയപ്പോൾ അവിടെ പാർക്ക് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ ഡാമിൽ പോയി ഇരുന്നിട്ട് തിരിച്ചു വരികയാണ് ചെയ്ത്. ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോയത്. ഒന്ന് എൻ്റെ മൂത്താപ്പാൻ്റെ സ്വന്തം കാറ്. ആ കാറിൽ മൂത്താപ്പാൻ്റെ ഫാമിലിയും പിന്നെ ഉമ്മമ്മയും. ഇത് ഞങ്ങളുടെ കാറില്ല, ഇത് വാഗനർ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തതാണ്. ഇതിൽ ഞങ്ങളുടെ ഫാമിലിയും പിന്നെ എൻ്റെ വാപ്പപ്പയും കൂടിയിട്ടാണ് പോയത്. ഇത് രാത്രി പോയാലാണ് വൈബ് ഉണ്ടാവുക. പക്ഷേ രാത്രി പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ TNE പാസ് എന്ന് പറയുന്ന ഒരു പാസ് ഉണ്ട്. ആ പാസ്സുള്ള കാരണം ഇപ്പോൾ രാത്രി ഒന്നും പോകാൻ പറ്റില്ല. ആദ്യമൊക്കെ ഞങ്ങൾ രാത്രി ഇറങ്ങുക, ഇപ്പം അങ്ങനെയൊന്നും പറ്റില്ല. അപകടം ഉണ്ടായതിന് ശേഷം അങ്ങനെയൊന്നും പറ്റില്ല. ഇപ്പോൾ ബെൻഡ് കയറാണ്. ഇത് മല കയറാമെന്നും പറയും. മല കയറാൻ പറഞ്ഞാൽ ശബരിമല കയറല്ല കേട്ടോ, ഞങ്ങൾ വാൽപ്പാറയത്തെ മല കയറുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ പോണ വഴിയാണ്. ഇവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടു, കുറേ എണ്ണത്തിനെ കണ്ടു. ആനേനൊക്കെ കണ്ടു കേട്ടോ ഞങ്ങൾ. ഇവിടെ വന്ന ഒരു വൈബാണ്. അത് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങളിവിടെ വന്ന് നോക്കണം, അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ പോണ ടൈമിൽ നമ്മുടെ കണ്ണ് എപ്പോഴും പുറത്തേക്ക് തന്നെ ആയിരിക്കും. പുറത്തത്തെ ആ മലകൾക്ക് തന്നെ പോകുള്ളൂ നമ്മളുടെ കണ്ണ്. ഞാനാണെങ്കിൽ വിൻഡോ സീറ്റ് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാനായിരുന്നു വിൻഡോ സീറ്റ് ഇരിക്കണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി വിൻഡോ സീറ്റ് ഇരുന്നു. അങ്ങനെ എൻ്റെ എക്കാക്ക അവിടെ നിന്ന് എണീറ്റിട്ടില്ല. ഇതൊക്കെയാണ് അവിടേക്ക് പോകുമ്പോഴുള്ള വൈബ്. വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഭയങ്കര രസത്തിലാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത്. ആ കാണുന്ന വെള്ളം ഡാമാണ് കേട്ടോ. അത് കുറേ യാത്ര ചെയ്ത് കാരണം എല്ലാവരും ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ ഞാൻ ഛർദ്ദിച്ചതൊന്നുമില്ല. ഇതൊരു ബെൻഡുകളുടെ പേരാണ് കേട്ടോ അതിൽ എഴുതിയിരിക്കുന്നത്. ബെൻഡ് കയറുമ്പോൾ ഭയങ്കര ഡ്രൈവിംഗ് സ്കില്ലുള്ള ആൾക്കാരിനൊക്കെ ഓട്ടിക്കാൻ കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഭയങ്കര ബെൻഡുകളൊക്കെയാണ്. തേയിലത്തോട്ടം എത്തിയിട്ടില്ല. തേയിലത്തോട്ടം എത്താൻ കുറച്ചും കൂടി ഉണ്ട്. ഇവിടെ നിന്നൊക്കെ ചായപ്പൊടി വാങ്ങുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിരിക്കും ഫ്രണ്ട്സ്. തേയില എത്തി. ഇവിടെ ഇരുന്നിട്ടൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ. കുറേ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഓരോ കടകൾ എന്നൊക്കെ പറയുന്നത്. ഇവിടെ അങ്ങനെ വലിയ കടകളൊന്നുമില്ല. ഇവിടെ ഉള്ളതൊക്കെ ഇങ്ങനെ ചെറിയ കടകളും ഒക്കെയാണ്. ഇപ്പോൾ തന്നെ കുറേ വീടുകൾ കാണാം. പക്ഷെ ഇവിടെ ഒന്നല്ല, ഞങ്ങളുടെ വീട്ടിൽ ഇരുന്ന് കുറേ ഇനിയും പോകാനുണ്ട്, കുറച്ചും കൂടി. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയ സ്ഥലമാണ് ഇത്. ഇവിടെ ഭയങ്കര രസമാണ്. ഇവിടെ ഭയങ്കര യെല്ലോയിഷ് ആയിട്ട് ഈ തേയിലത്തോട്ടത്ത് ഈ ഭാഗത്തൊക്കെ യെല്ലോയിഷ് ആയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഇത് കണ്ടു. അപ്പം ഞങ്ങൾ ബബിള് വാങ്ങി തന്നു എനിക്കും ഇന്നോക്കും.
ഫറൂഖും കൂടിയിട്ട് ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു. ഇതാ ഫറൂഖിനെ അതിൽ എത്തിയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അവർക്ക് എന്താ രസം. ഇവിടെയൊക്കെ ഫോട്ടോ എടുത്ത് ഐഫോണിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാം. എൻ്റെ ഇക്കാക്കാൻ്റെ അടുത്ത് ഐഫോൺ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് വെയ്യാണ്ടായിട്ട് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം. ഇതാണ് വാഴാനി ഡാമിലേക്ക് വന്നത്. വാഴാനി ഡാം അല്ല, ഷോളയാർ ഡാമിലേക്ക് വന്നത്. ഷോളയാർ ഡാമിലത്തെ പാർക്കൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോഴത്തേന്. അതാണ് ഡാം. കുഞ്ഞാപ്പി അങ്ങോട്ട് പോവന്നെ അങ്ങോട്ട് പോവുക. അവന് ഓടി കളിച്ചോണ്ടിരിക്കും. എനിക്ക് സങ്കടം അവിടെ പാർക്ക് കുട്ടിയുടെ സങ്കടം. അവിടെ കുഞ്ഞാപ്പി അത് ഓടി കളിക്കുക. അവന് പിടിച്ചിട്ടും കിട്ടണില്ല. എടുക്കാൻ പോയി അപ്പം കരയും. എന്നിട്ട് അവൻ്റെ ഒരു ഹാപ്പിനെസ്സിന് ഞാൻ അവൻ്റെ ഓടി കളിക്കായിരുന്നു. കുഞ്ഞാപ്പിൻ്റെ ഡ്രസ്സ് നല്ല രസമില്ലേ? ഇത് ഇവൻ്റെ ജീൻസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇവനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇതാണ്. ഇവൻ എപ്പോഴും ഇതാണ്. ഇനി ഞങ്ങൾ അവിടെ പോയപ്പോൾ അവരുടെ വീട്ടിൽ പേർഷ്യൻ ഗേറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരുടെ വീട്ടിലും പേർഷ്യൻ ഗേറ്റ് ഉണ്ട്. അപ്പം അതാണ് ഇത്. നല്ല ക്യൂട്ടാണ് ഈ പേർഷ്യൻ ഗേറ്റ് കാണാൻ. അതിനടുത്ത് ഞാൻ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു വ്യൂ പോയിന്റിലേക്ക് പോയതാണ്. വ്യൂ പോയിന്റിലേക്ക് പോയപ്പോൾ അവിടെ എന്താ കാറ്റും തണവും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സറാറ പോലത്തെ ഒരു ലെഹങ്കയും ആയിട്ടുള്ളതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതാണ് മല വ്യൂ പോയിന്റിലുള്ളത്. വ്യൂ പോയിന്റ് ഭയങ്കര അടിപൊളിയാണ്. അവിടെ മേലെ കയറുന്ന ഭയങ്കര കാറ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾ മേലൊക്കെ പോയി. മേലൊക്കെ പോകുമ്പോൾ എന്ത് രസമായിട്ടാ. ഭയങ്കര കാറ്റായിട്ട് അടിയിൽ നിൽക്കുമ്പോൾ തന്നെ ഇത്ര കാറ്റ്. അപ്പം മേലെ നിന്ന് പറയണോ. ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോയും ഡാൻസും വീഡിയോസും ഒക്കെ എടുത്തു. ഇത് ഞങ്ങളുടെ ഒരു കുടുംബത്തിലുള്ള കുട്ടിയാണ്. ഇത് എൻ്റെ കുഞ്ഞുമാൻ്റെ കുട്ടിയാണ്. ഞാനെടുത്ത വീഡിയോസൊക്കെ ഇപ്പോൾ കാണിക്കാം. മേലത്തെ വ്യൂ പോയിന്റിൻ്റെ വീഡിയോസാണിത്. ഫോട്ടോ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് കാറ്റാണ്. ഇത് ഫെയിൻറ്റോന്നല്ല, മേലത്തെ ഇതിൻ്റെ കാറ്റാണ്. മേലെ വന്ന് ഇതാണ് എഫക്റ്റ്. ഭയങ്കര കാറ്റാണ്. മുതൊക്കെ ഇങ്ങനെ പാറും. ഇവിടെ അടിയിൽ തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ കുടുംബക്കാരുടെ വീടാണ്. ഈ കാറിലാണ് ഞങ്ങൾ വന്നത്. അത് മറ്റേ വണ്ടി പോവുക, ഫയർഫോഴ്സിന്റെ വണ്ടി പോവുകയാണ്. അതാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഇങ്ങോട്ടാണോ പറഞ്ഞു നോക്ക്. കുറച്ച് ദൂരം നടക്കാണ്ട് ഇവിടുന്ന്. ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെയാണ്. ഇവിടുത്തെ വീടുകളൊന്നും അത്ര ഇതില്ല, സ്റ്റാൻഡേർഡ് ഇല്ല. പക്ഷെ എന്നാലും ചെറിയ ചെറിയ വീടുകളാണ് ഇവിടുത്തൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ലോങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.